നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനിരുന്ന സഹപാഠിയെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കുമല്ലേ? എന്നാൽ ആ കണ്ടുമുട്ടൽ ഒരു കോടതി മുറിയിൽ വെച്ചാണെങ്കിലോ? അയാൾ ഒരു കുറ്റവാളിയും നിങ്ങളൊരു ജഡ്ജിയുമാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അമേരിക്കയിലെ മിയാമി കോടതിയിൽ നടന്ന ആകസ്മികമായ ഈ കണ്ടുമുട്ടൽ ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 10 ലക്ഷം കടക്കാനാകൂ. വീഡിയോ ഇപ്പോഴാണ് പ്രചരിക്കുന്നതെങ്കിലും സംഭവം നടന്നത് 5 വർഷങ്ങൾക്ക് മുന്നെയാണ്. അമേരിക്കയിലെ മിയാമി കോർട്ടിൽ 2015 വിചാരണയ്ക്കായി കുറെ കുറ്റവാളികളെ ഹാജരാക്കി. ജഡ്ജി മിൻഡി ഗ്ലേസർ കുറ്റവാളികളിൽ ഓരോരുത്തരെയായി വിചാരണ ചെയ്യുകയായിരുന്നു. അങ്ങനെ ആർത്തർ ബൂത്ത് എന്ന കുറ്റവാളിയുടെ ഊഴമായി. മോഷണം, പിടിച്ചുപറി, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളായിരുന്നു അയാളുടെ മേൽ ചുമത്തപ്പെട്ടിരുന്നത്. അയാളെ വിചാരണ ചെയ്യുന്നതിനിടയിൽ മിൻഡി ഗ്ലേസർക്ക് അയാളുടെ നിൽപ്പും ഭാവവും സംസാരവും ഒക്കെ വളരെ സുപരിചിതമായി തോന്നി. വിചാരണ കഴിഞ്ഞ് പോകാൻ നേരം ജഡ്ജി ആ കുറ്റവാളിയോട് ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ബൂത്തിന് തന്റെ മുന്നിലിരിക്കുന്നത് തന്റെ സഹപാഠിയാണെന്ന് മനസ്സിലായത്. അയാൾക്ക് ആശ്ചര്യവും അതോടൊപ്പം തന്നെ സന്തോഷവും അടക്കാനായില്ല. അപ്പോൾ മിൻഡി ഗ്ലേസർ തന്റെ സഹപ്രവർത്തകർക്ക് ബൂത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. He was the best kid in middle school. I used to play football with him. All the kids. തന്റെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയായിരുന്നു ബൂത്ത് എന്നും തങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഗ്ലേസിയർ അവരോടായി പറഞ്ഞു. ബൂത്തിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടതിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്ന് കൂടി പറഞ്ഞതോടെ ബൂത്ത് അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു. അത് അയാൾക്ക് താങ്ങാവുന്നതല്ലായിരുന്നു. ക്ലാസ്സിലെ മിടുക്കനായിരുന്ന ബൂത്ത് പിന്നീട് ഡ്രഗ്സിനും ഗാംബ്ലിങ്ങിനും ഒക്കെ അടിമപ്പെട്ട് ഒരു കുറ്റവാളിയായി മാറുകയായിരുന്നു. പല കുറ്റകൃത്യങ്ങളിലായി പലതവണ ജയിലിലും കിടന്നു. ഇനിയെങ്കിലും നല്ല ജീവിതം നയിക്കണമെന്ന് ബൂത്തിനെ ഉപദേശിച്ച ഗ്ലേസിയർ അയാൾക്ക് $40,000 ബോണ്ടിന്മേൽ ജാമ്യവും അനുവദിച്ചു നൽകി. 10 മാസം ജയിൽ ശിക്ഷ കഴിഞ്ഞ ബൂത്തിനെ അതിനുശേഷം ഗ്ലേസിയറുടെ നിർദ്ദേശപ്രകാരം ഡ്രഗ് ട്രീറ്റ്മെന്റിനായി അയച്ചു. തന്റെ കളിക്കൂട്ടുകാരനെ അവിടെ വെച്ചും ഉപേക്ഷിക്കാൻ ഗ്ലേസിയർ തയ്യാറല്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബൂത്തിനെ കാണാനും ഗ്ലേസിയർ എത്തിയിരുന്നു. ബൂത്തിനെ ഉപേക്ഷിച്ചു പോയ ഭാര്യയുമായായിരുന്നു ഗ്ലേസിയർ ബൂത്തിനെ കാണാൻ എത്തിയത്. ജീവിതം അങ്ങനെയാണ്. പ്രതീക്ഷിക്കുന്നതൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്നാൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നമ്മളെ തേടി വരികയും ചെയ്യും. ഗ്ലേസിയറുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.